അനുസരിക്കൂ. അത് മാത്രമേ ഉള്ളൂ രക്ഷ. ഞാനിവിടെ കഴിയാം, മരിക്കുന്നത് വരെ. രമണി വീട്ടിലേക്ക് പോകൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ പോയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചേട്ടനെങ്കിൽ എന്നോട് ദയ കാണിക്കൂ. രമണി, ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ്. എനിക്കും നിനക്കും. ശരി, ഞാൻ പോകാം. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനും അമ്മയ്ക്കും കഴിയില്ല. എന്താ? എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല. നിങ്ങൾക്കൊന്നും അവളോട് പറഞ്ഞൂടെ? എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? മോളിന് എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെ പോയി എന്തെങ്കിലും കഴിക്കൂ. വരൂ മോളെ, വരൂന്ന്. ദാറ്റ്സ് മൈ ഗേൾ. മോള് കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? കഴിച്ചു തുടങ്ങി, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ്. പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത്? കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കുമ്പോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ? മമ്മി വിവാഹത്തെ നന്നായി എതിർത്തതാണ്. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 16 ചന്ദ്രയ്ക്ക് 35 പ്രായം. എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രയ്ക്ക്. ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരറ്റ് സ്നേഹിച്ചു. എനിക്കൊരു കുട്ടി പിറക്കുന്നത്, അവന് താലിടിക്കുന്നത് എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. രമണി, ആദ്യ ഗർഭം അലസി പോവുക എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തേത് അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറുകൊണ്ട് നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. എന്തോ അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹം അങ്ങനെ തളർന്നു പോയി. ചേട്ടൻ എന്നെ കുടിച്ചിരിക്കല്ലേ? ഞാൻ കുടിച്ചിട്ടൊന്നും. പിന്നെന്തേ കാണുന്നത്? അരിഷ്ടം, ദശമൂല അരിഷ്ടം. എന്താ ഇത്? ചേട്ടനൊക്കെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം. Do you understand? ഹലോ, നോ, റോങ് നമ്പർ. Hello? Yes? 231 here? Hello? Hello?
ചന്ദ്രൻ ഹിയർ. എന്തിനാ നീ ഇടയ്ക്കിടെ വിളിക്കുന്നത്? ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. വെറുതെ ബഹളം വെക്കാതെ. മമ്മി അടുത്ത് എങ്ങനെയുണ്ടോ? അടങ്ങിയിരിക്കണ്ട മോളെ. എടാ നായിന്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാ. കുറച്ച് പർച്ചേസ് ഉണ്ട്. നാളെ വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടും. ഹോട്ടലിൽ കാണാം. ഓക്കെ? അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ മീറ്റിംഗിന് തിരക്കിലുമായിരിക്കും. എനിക്ക് കൂടെ പോന്നോ? പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ജാടയൊന്നും വേണ്ട. വെളുപ്പിന് 5 മണിക്ക് ഒരുങ്ങിക്കും. ആ സാരി വേണ്ട, വേറെന്തെങ്കിലും എടുത്തു വയ്ക്കും. ചേട്ടന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എനിക്കിതാ ഇഷ്ടം. എങ്ങനെയുണ്ട്? ദൈവങ്ങളുടെ ഒരു ഭാഗ്യം. നമുക്കവിടെ പോയി അതുപോലെ വയ്ക്കാം. എങ്കിൽ വേണ്ട, മുറിക്കകത്ത് പോയി അതുപോലെ വയ്ക്കാം. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ, ജസ്റ്റ് ഹാഫ് നോ ബാക്ക്. വിസിയെ കൊണ്ടുവരുന്നെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ. നിർബന്ധം പിടിച്ച എന്ത് ചെയ്യാനാ? അല്ല, എം ഡി എത്തി അറിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോട്ടെ. റൂം നമ്പർ 306. ഓ, ഹലോ. ഹലോ സർ, എവിടെ എത്തിയിട്ടുണ്ട്? രമണി, ഇത് ഞങ്ങളുടെ ഫീൽഡ് ഏജന്റ് മിസ് ആനി ഡിസൂസ. ഒറ്റയ്ക്കല്ലേ? വെളുക്കുന്നവരെ അവൾക്ക് കൂട്ടുകിടക്കാമായിരുന്നില്ലേ? ആരൊറ്റയ്ക്ക്? അറിയില്ല അല്ലേ? അതൊക്കെ സംസാരിക്കും. ഇത് ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മുറിയിൽ ഭാര്യ തനിച്ചാക്കി ഭർത്താവിനെ വ്യഭിചരിക്കാമല്ലേ? നാണം കെട്ട. നിന്നോട് മാത്രം സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചു മരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളുമുണ്ട്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും.